ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ BRP റാങ്കിങ് 2024 ഇന്ന് സംസ്ഥാന വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ കേരളത്തിന് കഴിഞ്ഞ തവണത്തെ പോലെ ടോപ്പ് അച്ചീവർ സ്ഥാനം നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരമാണ്. ഇത്തവണ 3 കാറ്റഗറി ആയിട്ടാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഫാസ്റ്റ് മൂവേഴ്സ്, ആസ്പിരൻസ്, അതുപോലെ തന്നെ ആസ്പേഴ്സ് എന്ന 3 കാറ്റഗറി ആയിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ വൈ കാറ്റഗറി, എക്സ് കാറ്റഗറി, അതിൽ നമ്മൾ ഫാസ്റ്റ് മൂവേഴ്സിലാണ് കേരളം ഉൾപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെ ആദ്യത്തെ അവാർഡ് മന്ത്രി പീയൂഷ് ഗോയലിൽ നിന്ന് നമുക്ക് കേരളത്തിന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. ഫാസ്റ്റ് മൂവേഴ്സിൽ കഴിഞ്ഞ തവണ 91% റിഫോംസാണ് നമ്മൾ നടപ്പിലാക്കി ടോപ്പ് അച്ചീവറായത്. ഇത്തവണ 99.3% റിഫോംസ് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാളും റിഫോംസിൻ്റെ കാര്യത്തിൽ നല്ല മുന്നേറ്റമുണ്ടായി. ഇത്തവണ പൂർണ്ണമായിട്ടും ബിസിനസ് കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളിലാണ്. കഴിഞ്ഞ തവണ 2 ബിസിനസ് റിഫോംസിലായിരുന്നു നമ്മൾ ഒന്നാമതായതെങ്കിൽ ഇത്തവണ 4 നമുക്ക് ഒന്നാമതാകാൻ കഴിഞ്ഞു. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കൊപ്പം നമുക്കൊപ്പം കേരളം ആദ്യം തന്നെ ഈ ഫാസ്റ്റ് മൂവർ പട്ടികയിൽ ഇടം പിടിച്ചു. നമ്മുടെ തൊട്ടടുത്തുള്ള ആന്ധ്രയും ഫാസ്റ്റ് മൂവറിലുണ്ട്. എന്നാൽ തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എല്ലാം തന്നെ സെക്കൻഡ് കാറ്റഗറിയിലാണ്, ആസ്പേഴ്സ് കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയ അംഗീകാരം അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൽ നിന്ന് വ്യക്തമായത്. കേരളത്തിൻ്റെ പ്രകടനത്തെ പ്രത്യേകമായി തന്നെ മന്ത്രി പീയൂഷ് ഗോയൽ പ്രശംസിക്കുകയുണ്ടായി. നല്ല രീതിയിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു താൽക്കാലികമായ പ്രതിഭാസമായിരുന്നില്ല കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിനേക്കാളും മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. ഈ വർഷം മിക്കവാറും എല്ലാ റിഫോംസും 4 ഒഴികെ യൂണിയൻ ഗവൺമെൻറ് ഈ മിനിസ്ട്രിയും പറഞ്ഞിട്ടുള്ള എല്ലാ റിഫോംസും നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. 434 4 ഒഴികെ 430 റിഫോംസ് നമ്മൾ നടപ്പിലാക്കുകയുണ്ടായി. അപ്പോൾ നല്ല നേട്ടം കൈവരിക്കാനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് വ്യവസായ മേഖലയിലുള്ള ഉണർവിന് ഒന്നുകൂടി കരുത്ത് ലഭിക്കുന്നതിന് 2024 റാങ്ക് സഹായകരമായിരിക്കും. നമുക്കിതിൽ ഈ നേട്ടം കൈവരിക്കുന്നതിൽ എല്ലാ വകുപ്പുകളുടെയും പിന്തുണയുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളുടെയും ഏകോപനം അത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നേരത്തെ വ്യത്യസ്തമായി ഇലക്ട്രിസിറ്റി കണക്ഷൻ, വാട്ടർ കണക്ഷൻ കിട്ടുന്നതിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് കേരളമാണ് എന്ന് നേരത്തെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കില്ല. പക്ഷേ ഈ റാങ്കിങ്ങിൽ ഒന്നാമത് എത്തിയിട്ടൊരു മേഖല അത്തരം മേഖലയാണ്. പിന്നെ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് രജിസ്റ്റർ ചെയ്യുന്നതിലും ഇന്ത്യയിൽ ഇപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാന നിലയിലേക്ക് കേരളം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഏറ്റവും പുറകിലാണെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്ന മേഖലകളിൽ പോലും നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാ വകുപ്പുകളുടെയും അകമഴിഞ്ഞ പിന്തുണയും അവരെല്ലാം തന്നെ എടുത്ത മുൻകൈയുമാണ് വ്യവസായത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ മുൻകൈ നേടാനായിട്ട് സഹായകരമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിക്കി, CIA, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ അവരെല്ലാം തന്നെ നല്ല സഹായം ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. KSIDC ആണ് പ്രധാനമായിട്ടും ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. അവരും വളരെ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ നേട്ടം നിലനിർത്താനായിട്ട് കഴിഞ്ഞത്. വ്യവസായ മേഖലയിലെ പുരോഗതിയാകുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തിന് കൂടി കൂട്ടാവുന്നതാണ്. അതിലേതെങ്കിലും വിലയിരുത്തൽ നടത്തുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ആഭ്യന്തര വരുമാനത്തിലുള്ള വർധനവ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നല്ല രീതിയിലുള്ള ആഭ്യന്തര വരുമാനത്തിൽ വർധനവുണ്ട്. പിന്നെ നിങ്ങൾ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകർ എന്ന നിലയിൽ ഉദ്യം രജിസ്ട്രേഷൻ വന്നിട്ടുള്ള മാറ്റം എത്രമാത്രം വർധനവുണ്ടായി, ഇത്തരം കാര്യങ്ങളെല്ലാം അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം മാറ്റം വ്യവസായ മേഖലയിൽ സംഭവിക്കുന്നു. അത് സ്വാഭാവികമായിട്ട് ആഭ്യന്തര വരുമാനത്തിൽ പ്രതിഫലിക്കും. GST മാത്രമല്ല മറ്റ് രീതിയിലുള്ള ടാക്സുകളിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറേ കൂടി മുന്നോട്ട് പോകുന്നതിന് ഇത് സഹായകരമായിരിക്കും.